വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 1 নম্বর সংসদে বিজেপির কর্মীবৃন্দ 2021 সালে বিধানসভা ভোটের আগে বিপুটিগুড়ি গ্রাম পঞ্চায়েতের উন্নয়নমূলক কাজে ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും തങ്ങളുടെ വരുതിയിലാക്കിയ മോദിയുടെയും അമിത്ഷായുടെയും ചാണക്യ ബുദ്ധി തോറ്റുപോയത് ആ പെൺപുലിക്ക് മുന്നിലാണ്. കാരണം കളമറിഞ്ഞ് ഒരു മുഴ മുൻപേ എറിഞ്ഞു കളിക്കുകയാണ് മമതാ ബാനർജി. ബംഗാളിൽ കാവിക്കൊടി പാറിക്കാൻ നേതാക്കളെല്ലാം അവിടെ തന്നെ ഉണ്ടുറങ്ങിയിട്ടും ഫലം തിരിച്ചായിരുന്നു. മമതാ ബാനർജി വീണ്ടും അധികാരത്തിലേറിയതിനു ശേഷം മനസമാധാനം എന്താണെന്ന് ബംഗാളിലെ ബിജെപിയും കേന്ദ്ര നേതാക്കളും അറിഞ്ഞിട്ടേയില്ല. ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് പുറത്തേക്ക് ചുവടുവയ്ക്കാനുള്ള ബിജെപിയുടെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ നിന്ന് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബിജെപിയിലേക്ക് കൂട്ടമായി ചേക്കേറിയ തൃണമൂൽ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ തിരികെ എത്താൻ ആരംഭിച്ചതോടെ അമിത്ഷായുടെ തന്ത്രങ്ങൾക്ക് മമത മധുര പ്രതികാരം ചെയ്യുകയാണോ എന്നാണ് ചിന്തിക്കാനുള്ളത്. മമതാ ബാനർജിയുടെ വിശ്വസ്തർ അടക്കം ബിജെപിയിലേക്ക് ചേക്കേറിയത് രഹസ്യങ്ങൾ ചോർത്താനുള്ള മമതയുടെ ബുദ്ധിയാണോ എന്ന സംശയം ഉളവാക്കുന്ന മടങ്ങിവരവാണ് ഇപ്പോൾ ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മുകുൾ റോയ് ഒഴികെയുള്ള കൂറുമാറിയ നേതാക്കളോട് കഠിന നിലപാടാണ് ആദ്യം മമത സ്വീകരിച്ചത്. പിന്നീട് മൃദു സമീപനം സ്വീകരിക്കാനുള്ള കാരണം എന്താണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നേതാക്കൾ പാർട്ടി വിടുന്നതിന് പിന്നാലെ ബംഗാളിൽ ബിജെപിയെ പ്രവർത്തകരും കൈയൊഴിയുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബിജെപിക്ക് വോട്ട് ചെയ്തതിൽ പശ്ചാത്തപിക്കുകയാണ് എന്ന് പരസ്യമായി പറഞ്ഞ് പ്രവർത്തകർ ബംഗാളിലുടനീളം അനൗൺസ്മെന്റുകൾ നടത്തുകയാണ് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് ഓട്ടോറിക്ഷകളിൽ സ്പീക്കറും മൈക്കും ഘടിപ്പിച്ച് ബിജെപിയെ തെറ്റിദ്ധരിച്ചു, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവരെ പിന്തുണച്ചതിൽ ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അനൗൺസ്മെന്റ് നടക്കുന്നത്. ബീറും ഹുഗ്ലി ജില്ലകളിലാണ് ഇത്തരത്തിൽ ബിജെപി പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. ബിജെപി പ്രവർത്തകർ തന്നെ ഇങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് തെരുവിലിറങ്ങാൻ തുടങ്ങിയാൽ വൈകാതെ തന്നെ ബംഗാളിലെ കുളങ്ങളിൽ പോലും ഒരു താമര കാണാൻ ഇനി കഴിഞ്ഞെന്ന് വരില്ല. 1 নম্বর সংসদে বিজেপির কর্মীবৃন্দ 2021 সালে বিধানসভা ভোটের আগে বিপুটিগুড়ি গ্রাম পঞ্চায়েতের উন্নয়নমূলক কাজে সম্পর্কে মিথ্যা তথ্য প্রচার করে গ্রামে উত্তেজনা ও গন্ডগোলের সৃষ্টি করেছিলাম, যেগুলি ছিল ভিত্তিহীন এবং সর্বতোভাবে মিথ্যা। আমরা সেই মিথ্যা অপবাদ ও কুকর্মের জন্য বিপুটিগুড়ি গ্রামবাসীদের কাছে ক্ষমা চাইছি এবং শপথ করছি এই রকম মিথ্যা অপবাদ কুপ্রচার ভবিষ্যতে কোনোদিন করব না। গ্রামবাসীদের কাছে ভুল স্বীকার করে তৃণমূল নেতৃত্ব এবং মাননীয় বিধায়ক মহাশয়ের কাছে আবেদন রাখছি, আমরা যাতে মামাটি মানুষের সরকারের উন্নয়নে সামিল হতে পারি এবং তৃণমূল কংগ্রেসে যোগদান করতে পারি। ബിജെപി എന്ന പാർട്ടി തട്ടിപ്പുകാരാണെന്നും മമതയ്ക്ക് പകരം മറ്റൊരാളെ കാണാൻ കഴിയില്ല എന്നും കാരണം വികസനത്തിനൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നും ബിജെപി പ്രവർത്തകർ തെരുവുകളിൽ അനൗൺസ്മെന്റ് ചെയ്തിരുന്നു. യുവമോർച്ച മുൻ മണ്ഡലം പ്രസിഡന്റ് തപൻ സഹ അടക്കം സൈന്ധിയിൽ നിന്ന് 300ഓളം ബിജെപി പ്രവർത്തകരാണ് മമതയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തൃണമൂലിൽ എത്തിയത്. സൈദ്യഹള്ളിയിലെ നിരവധി പ്രവർത്തകരും ബിജെപി വിട്ട് തൃണമൂലിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ് വിളിച്ചു ചേർത്തിയ യോഗത്തിൽ നിന്ന് 3 MLA-മാർ വിട്ടുനിന്നിരുന്നു. ബിജെപി വിട്ടേക്കുമെന്ന പരോക്ഷ പ്രതികരണവുമായി നിരവധി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ബംഗാളിലെ ബിജെപി. മോദിയെ താഴെ ഇറക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് മുന്നോട്ടു പോകുന്ന മമതയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇനി ഷായും കൂട്ടരും കുറച്ച് വിയർക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. ബിജെപിയുടെ തോന്നിവാസങ്ങളെ എതിർത്ത് പോരാടാനുറച്ച് പ്രതികരിച്ച് ബിജെപിയുടെ നാശത്തിലേക്കുള്ള ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്ന ധീര വനിതയായ മമതാ ബാനർജിയുടെ മുന്നിൽ പണത്തിനും അധികാരത്തിനും വേണ്ടിയും രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന നിലപാടില്ലാത്ത നേതാക്കളെ ചാക്കലാക്കുന്ന കഴുത കച്ചവടവുമായി ബംഗാളിന്റെ മണ്ണിലിറങ്ങിയ ബിജെപിയുടെ ചാണക്യന്റെ ചാണകബുദ്ധിക്കുള്ള കൃത്യമായ മറുപടിയാണ് മമത നൽകിയിരിക്കുന്നത്. അധികാരവും പണവും ഉപയോഗിച്ച് ബംഗാളിൽ കാവിക്കൊടി പാറിക്കാൻ വ്യാമോഹിച്ച ബിജെപി നേതൃത്വത്തിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചത് സ്വന്തം പാർട്ടിയുടെ നേതാക്കളും അണികളുമാണ്. തന്റെ ഇടത്തോടെ നെഞ്ചും വിരിച്ച് എതിർക്കാൻ ഒരാൾ മുന്നിൽ നിന്നാൽ ബിജെപി എന്ന വർഗീയ പാർട്ടി ഒന്നുമല്ലാതാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മമതാ ബാനർജി. ഇത് മോദിക്കും അമിത്ഷായ്ക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത തിരിച്ചടി തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.